അപ്പോ ഭൂമിയുടെ ഉള്ളിൽ കിടക്കുന്ന ഇരുമ്പിനെ സംബന്ധിച്ച് ഖുർആനിന്റെ പ്രയോഗം വിശുദ്ധ ഖുർആൻ ആകാശലോകത്ത് നിന്ന് ഇറക്കി എന്ന് പറഞ്ഞ പോലെ വഅൻസൽനൽ ഹദീദ ഖുർആനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വിശുദ്ധ ഖുർആനിനെ ഖദ്റിന്റെ രാവിലാണ് നമ്മൾ ഇറക്കിയത്. വഅൻസൽനൽ ഹദീദ ഇരുമ്പിനെ നമ്മൾ ഇറക്കുകയാണ് ഉണ്ടായത്. ഈ പ്രയോഗം വലിയ അത്ഭുതമാണ്. അതിന്റെ ശാസ്ത്രം പറയലല്ല നമ്മുടെ വിഷയം. പക്ഷെ ആ ആയത്ത് വന്നതുകൊണ്ട് അന്ന് പറയാ എന്ന് മാത്രം. അതിൽ വലിയൊരു അത്ഭുതം കിടക്കുന്നുണ്ട്. ഭൂമിക്ക് ഉള്ളിൽ ഏറ്റവും നല്ല സ്ട്രോങ് ഉള്ള നമ്മുടെ കെട്ടിടങ്ങൾക്ക് ഇരുമ്പ് വേണം. പില്ലർ വാർക്കണമെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇരുമ്പ് വേണം. സ്ലാബ് വാർക്ക് ചെയ്യണമെങ്കിൽ ഇരുമ്പ് വേണം. വാഹനങ്ങൾക്ക് ഇരുമ്പ് വേണം. എല്ലാറ്റിനും ഇരുമ്പ് വേണം. കപ്പലുകൾക്ക് ഇരുമ്പ് വേണം. എല്ലാറ്റിനും ഇരുമ്പ് വേണം. ഈ ഇരുമ്പ് മഹാവിസ്ഫോടനമാണ് പ്രപഞ്ചത്തിന്റെ ആരംഭമെന്ന് സങ്കല്പിച്ചാൽ, ആ വിസ്ഫോടനം നടന്നതിന്റെ ശേഷം ഭൂമി എന്ന ഈ ഒരു മാസിലേക്ക് സ്പേസിൽ നിന്ന് ഇരുമ്പിന്റെ ഉൽക്കകളായി ഭൂമിയുടെ ഉള്ളിലേക്ക് പതിച്ചതാണ്. അങ്ങനെയാണ് ഇരുമ്പുണ്ടായത് എന്ന് ഇന്ന് നമ്മുടെ നാഷണൽ ജിയോഗ്രഫിക്കൽ ചാനൽ അവർ ഒരു ഡോക്യുമെന്ററി ഇറക്കിയിട്ടുണ്ട്. ഇത് കാണാൻ കഴിയും. എർത്ത് ദ മേക്കിംഗ് ഓഫ് എ പ്ലാനറ്റ് എന്നാണ് ആ ഡോക്യുമെന്ററിയുടെ പേര്. യൂട്യൂബിലൊക്കെ കാണും. എർത്ത് എന്നെഴുതുക, ദ മേക്കിംഗ് ഓഫ് എ പ്ലാനറ്റ്. ഒരു 45 മിനിറ്റ് കാണും. എങ്ങനെയാണ് നമ്മുടെ ഭൂമി ഉണ്ടായത് എന്ന് പറയുന്നത്. അതിൽ കാണാൻ കഴിയും ഭൂമിയുടെ ഉള്ളിലേക്ക് മീറ്റിയേഴ്സ് പോലെ ഇരുമ്പിന്റെ കഷ്ണങ്ങൾ ഉൽക്കകളായി ഭൂമിയുടെ ഫോർമേഷൻ നടക്കുന്ന മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സ്പേസിൽ നിന്ന് ഭൂമിയുടെ ഉള്ളിലേക്ക് വന്ന് ഉള്ളിലേക്ക് കടന്നു ചെന്ന് സ്പ്രെഡായതാണ് ഇരുമ്പ് എന്ന്. അല്ലാഹുവിന്റെ വലിയ ഖുദ്റത്താണ്. വഅൻസൽനൽ ഹദീദ ഇരുമ്പിനെ നാം സ്പേസിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന ആശയമാണ് ഖുർആൻ സൂറത്തുൽ ഹദീദിൽ ഇരുമ്പ് എന്ന പേരുള്ള ഈ സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഇരുമ്പിനെ നാം ഇറക്കി കൊണ്ടുവന്നതാണ്. അത് ഭൂമിയുടെ ഭാഗമായ പൊട്ടിത്തെറിയിൽ ഇരുമ്പതിന്റെ അകത്തുണ്ടായിരുന്നില്ല. ബാക്കി ഒരുപാട് ലവണങ്ങളും മിനറൽസും ഉണ്ടായപ്പോഴും ഇരുമ്പ് സ്പേസിൽ നിന്ന് വന്നതാണെന്ന് ഇന്ന് ശാസ്ത്രകാരന്മാർ കണ്ടെത്തുന്നത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിയ ഖുർആനിൽ വഅൻസൽനൽ ഹദീദ എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം. ചുരുക്കി പറഞ്ഞാൽ ഇരുമ്പിനെ സംബന്ധിച്ചുള്ള ഈ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിമീങ്ങളാണ് ഇരുമ്പ് മൈനുകളെ സംബന്ധിച്ച് പഠിക്കേണ്ടത്. ഇരുമ്പുകൾ എങ്ങനെ ഇരുമ്പ് ഇനി ഇവിടെ നിന്നങ്ങോട്ട് 200 വർഷത്തേക്ക് മനുഷ്യലോകത്തിന് ആവശ്യമുള്ള ഇരുമ്പ് ഭൂമിയുടെ ഉള്ളിൽ കിടക്കുന്നുവെന്നാണ് ശാസ്ത്രമതം. 200 കൊല്ലത്തേക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. മുസ്ലിമീങ്ങളായ ആളുകൾ ഈ വഴിക്ക് വല്ല ഫാക്ടറിയും എന്തെങ്കിലും വല്ല സംവിധാനത്തെ കുറിച്ച് ആലോചിച്ചുവോ? കോപ്പറിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആകാശ ലോകത്തിലൂടെയുള്ള യാത്രയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആംസ് ഓഫ് കോട്ട് അതിനെ സംബന്ധിച്ച ഖുർആനിന്റെ പദപ്രയോഗങ്ങൾ വന്നു. ജിന്നുകൾ സുലൈമാൻ നബിക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്ന പാത്രങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ വന്നു. നമ്മൾ ഈ വഴിക്കൊരു ഫീൽഡിലേക്ക് ഇറങ്ങിയോ? ഫാക്ടറി സംവിധാനത്തെക്കുറിച്ച് മുസ്ലിമീങ്ങൾ അധ്വാനത്തെക്കുറിച്ച് ആലോചിച്ചുവോ എന്ന് ഹസനുൽ ബന്ന ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോ മുസ്ലിമീങ്ങളായ ആളുകൾ അധ്വാനശീലമുള്ളവരാണ്, ഉണ്ടാവേണ്ടവരാണ്. ക്രിയേറ്റിവിറ്റി നമ്മുടെ മുഖമുദ്രയാണ്. ആലസ്യം വരാതിരിക്കാൻ ദുആ ചെയ്യാൻ പറഞ്ഞ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, മടി വരാതെ നീ കാക്കേണമേ പടച്ചവനെ. അശക്തത, ഒന്നിനും ഒരു ഉന്മേഷമില്ലായിരിക്കുക അല്ലാഹുവേ, അങ്ങനെ വരുത്തരുതേ, ഞങ്ങൾക്ക് ഉന്മേഷം തരയണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ മുഹമ്മദ് ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു മോനോട് പറഞ്ഞു, യാ ബുനയ്യ, മോനെ, ഇയ്യാക വൽ കസല വദ്ദജർ, മോനെ, മടി വരാൻ പാടില്ല, പിന്നെ നിങ്ങൾക്ക് വേവലാതിയും പറയാൻ പാടില്ല. ഫഇന്നഹുമാ മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ തിന്മകളുടെയും താക്കോലാണത്. മടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹക്ക് നിങ്ങൾക്ക് വീട്ടാൻ കഴിയാതെ വരും. മടി വരരുതേ. കാരണം പുരുഷൻ വബിമാ അൻഫഖു, സ്ത്രീകൾക്ക് അവർക്ക് ആവശ്യമായത് അവരുടെ താമസം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അവരുടെ സംരക്ഷണം, ഇതൊക്കെ കൊടുക്കേണ്ടത് പുരുഷനാണ്, പുരുഷന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഒരു പെണ്ണും ഇസ്ലാമിക ഗവൺമെന്റിന്റെയോ ഇസ്ലാമിക ശരീഅത്തിന്റെയോ കീഴിൽ ജീവിക്കുമ്പോൾ ഒരു പെണ്ണിനോടും ജോലിക്ക് പോകാൻ ഇസ്ലാം നിർബന്ധിക്കില്ല. ഗതികെട്ടാലൊഴികെ, ഗത്യന്തരമില്ലാതെ ആളൊഴികെ ഒരു പെണ്ണിനെ അവളെ സംരക്ഷിക്കേണ്ടവരുടെ ഭർത്താവ്, അല്ലെങ്കിൽ തന്റെ വാപ്പ, അല്ലെങ്കിൽ തന്റെ സഹോദരൻ,
ഇവരാരുമില്ലാത്ത നേരത്ത് നിർബന്ധിത സാഹചര്യത്തിലല്ലാതെ ഒരു പെണ്ണിന് അള്ളാഹു അനുവദിക്കുന്ന ഇസ്ലാമിക സാഹചര്യങ്ങളിൽപ്പെട്ട ഒരു ജോലിയിലല്ലാതെ ഒരു പെണ്ണിന് പോവാൻ പാടുള്ളതല്ലല്ലോ. ഒരു പെണ്ണിനെ പഠിച്ചു, അവൾക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അവളെ നിർബന്ധിച്ച് പറഞ്ഞേക്കാൻ പാടില്ല ഭർത്താവിന്. നീ പോയിക്കോ, നീയല്ലേ MCA പാസ്സായത്, ഞാൻ SSLC ഫെയിലാണല്ലോ, നീ പോയിട്ട് ജോലി ചെയ്തു വാ, ഞാൻ വീട്ടിലിരിക്കാം, മക്കളെ നോക്കാം. അല്ല, നിനക്ക് അധ്വാനിക്കാൻ കഴിയുമോ? കൂലിപ്പണിയെടുത്തിട്ടെങ്കിലും നീ അധ്വാനിക്കണമെന്ന് ഭർത്താവിനോട് പറയുന്നുണ്ട്. ഭാര്യയെ നിർബന്ധിക്കാൻ പാടില്ല. പക്ഷേ അവൾക്ക് ഇസ്ലാമികമായ സാഹചര്യത്തിൽ, അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവൾക്ക് ജോലിയുണ്ട്, അവൾക്ക് പോകാം. അവൾക്കിഷ്ടമാണെങ്കിൽ, അവളുടെ ബാധ്യത നിർവഹിക്കാൻ അവൾക്ക് സാധിക്കുമെങ്കിൽ, മക്കളോടുള്ള ബാധ്യതയിൽ വീഴ്ച വരുത്തുകയില്ലെങ്കിൽ അവൾക്ക് പോകാം. ഇത്രയേ ഉള്ളൂ. പുരുഷനോട് അങ്ങനെയാണോ? നീ ജോലി ചെയ്തേ പറ്റൂ, പുരുഷനോട് നീ അധ്വാനിച്ചേ പറ്റൂ, നീ ജോലി ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് പുരുഷന് അനന്തര സ്വത്തിന്റെ പെണ്ണിന് കിട്ടുന്നതിന്റെ ഇരട്ടി പുരുഷനുണ്ട് എന്ന് പറയാൻ കാരണം. വാപ്പ സ്വത്ത് ബാക്കി വെച്ചത് 1.5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ഒരാണും ഒരു പെണ്ണോ ഉള്ളത്. സങ്കല്പിക്കുക, പെണ്ണിന് 50,000 കിട്ടുമ്പോ ഈ പുരുഷൻ എത്ര കിട്ടണം? 1 ലക്ഷം വേണം. 50,000-ന് ഇരട്ടി വേണം. പെണ്ണുങ്ങൾ പറഞ്ഞേക്കരുത്, അതെന്താ അങ്ങനെ? ഞങ്ങളും വാപ്പയും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ലല്ലോ, ആണും പെണ്ണും എന്ന് വാപ്പ വേർതിരിച്ച് കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്തേ അനന്തര സ്വത്ത് ഇങ്ങനെ? ഇത് അള്ളാഹുവിന്റെ നിയമമാണ് പെണ്ണേ. കാരണം എന്താണെന്നറിയോ? നിന്റെ കയ്യിൽ വാപ്പയുടെ 1.5 ലക്ഷത്തിൽ നിന്ന് 50,000 നിന്റെ കയ്യിലേക്ക് വന്നാൽ ആ 50,000 നിനക്കുള്ളതാണ്, കയ്യിൽ വെച്ചോ. നിന്റെ സഹോദരന്റെ കയ്യിൽ അത് 1 ലക്ഷമായി അല്ലാഹു കൊടുത്തത് ഈ കൊടുത്തിരിക്കുന്ന പൈസയിൽ നിന്ന് വേണം അവനവന്റെ ഉമ്മയെ വാപ്പയെ നോക്കാൻ. ഉമ്മ ജീവിച്ചിരിക്കുന്ന ഉമ്മയെ നോക്കണം, സ്വന്തം പെങ്ങളെ നോക്കണം, അവൻ സ്വന്തം മക്കളെ നോക്കണം. കല്യാണം കഴിക്കാത്തവനാണെങ്കിൽ മഹർ കൊടുക്കണം, കല്യാണത്തിന് ചെലവഴിക്കണം. അത് ഇവന്റെ ഈ പൈസയിൽ നിന്ന് പോകണം. നിന്റെ പൈസ നീ സൂക്ഷിച്ചു വെച്ചോ, അത് നിനക്കുള്ളതാണ്, ചെലവഴിക്കണ്ട. നിനക്ക് നിന്റെ ആങ്ങളെ ചെലവഴിക്കാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ട് നിന്റെ പൈസക്ക് ചെലവ് വരുന്നില്ല, പുരുഷന് വരുന്ന പൈസക്ക് ചെലവുണ്ട്. അള്ളാഹു നേരെ മറിച്ചാണ് അള്ളാന്റെ തീരുമാനം എന്ന് വിചാരിക്കുക. പകുതിയും മതി എന്ന് പറഞ്ഞാൽ 75,000 പെണ്ണിനും 75,000 പുരുഷന്റെയും കയ്യിൽ കൊടുത്താൽ അവരുടെ 75,000 കയ്യിലുണ്ട്. ഇവന്റെ 75,000-ൽ നിന്ന് 25,000 മഹറിന് പോയി, ഒരു 20,000 കല്യാണ ചെലവിന് പോയി, ഒരു 10,000 കുട്ടിയുടെ സ്കൂളിലേക്ക് ഫീസിന് പോയി, ഒരു 10,000 വാപ്പയുടെ ചെലവിന്. ഇവന് പിന്നെ എന്ത് ബാക്കിയായി? അത് അള്ളാഹു ചെയ്യുന്ന നീതിയാണോ? അല്ല. അതുകൊണ്ട് പുരുഷനോട് നീതി ചെയ്യാനാണ് പെണ്ണിന്റെ ഇരട്ടി നിനക്കുണ്ട് എന്ന് പറയാൻ കാരണം. പെണ്ണിന്റെ സ്വത്ത് അവൾക്കുള്ളതാണ്, ചെലവഴിക്കണ്ട. ആരും അവളോട് ചോദിക്കൂല. പുരുഷന്റേത് അവൻ ചെലവഴിക്കണം, പെണ്ണിന് ചെലവഴിക്കണം, അവന്റെ ഭാര്യയ്ക്ക് ചെലവഴിക്കണം, പാപ്പാക്ക് ചെലവഴിക്കണം, മക്കൾക്ക് ചെലവഴിക്കണം. ഇതവന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് അല്ലാഹു പുരുഷന്റേത് പെണ്ണിന്റെ ഓഹരിയെക്കാളും ഇരട്ടിയാണ് എന്ന് പറയാൻ കാരണം. അല്ലാഹു അനീതി കാണിച്ചിട്ടില്ല. പെണ്ണിനെങ്ങനെ തോന്നിപ്പോകരുത്, അല്ലാഹു അനീതിയല്ലേ കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യാതിരുന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ബാധ്യതകൾ നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയാതെ വരും. നിങ്ങൾക്ക് വേവലാതിയും വെപ്രാളവും വന്നു കഴിഞ്ഞാൽ ഹക്കിന്റെ വിഷയത്തിൽ അടിയുറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് അതും വേണ്ട. അതുകൊണ്ട് മടി വരരുത്, വേവലാതിയും വരരുത്, നിങ്ങൾക്ക് അശക്തതയും സംഭവിക്കരുത്. ഇത് രണ്ടും എല്ലാ ഷർറുകളുടെയും താക്കോലാണെന്ന് മഹാനായ മുഹമ്മദ് ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വന്തം മോനോട് ഉപദേശിച്ചത് നമ്മുടെ ആലിമ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ജാഹിദീങ്ങൾ പ്രമുഖനാണ്. ജുഹാദിന്റെ ലോകത്തെ രാജകിരീടമുള്ള ആളാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ കച്ചവടം ചെയ്ത് ജീവിച്ച മഹാനാണ്. അപ്പോ ഒരാൾ ചോദിച്ചു, അൻത തഅമുറുനാ ബിസ്സുഹുദി വനറാക തഅതി അൽബളാഇഅ മിൻ ഖുറാസാന ഇല അൽബലദിൽ ഹറാം കൈഫ ലാ. മക്കയിൽ ജീവിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞ സംശയം, അബ്ദുല്ലാഹി മുബാറക് എന്നവരെ, നിങ്ങളല്ലേ ഞങ്ങളോട് പരിത്യാഗം ചെയ്യണമെന്ന് പറഞ്ഞത്? ജീവത്യാഗം ചെയ്യണം, ഈ ലോകത്തിന്റെ ആർഭാടങ്ങളും ഇവിടുത്തെ സമ്പത്തൊന്നും വേണ്ട എന്ന് പറയുന്ന നിങ്ങൾ ഖുറാസാനിൽ പോയി കച്ചവട ചരക്ക് കൊണ്ടുവന്ന് മക്കയിൽ നിങ്ങൾ കച്ചവടം ചെയ്യുകയോ? ഇത് രണ്ടും ശരിയാണോ?
എന്ന് ചോദിച്ചപ്പോഴാണ് തസവ്വുഫിന്റെ ആലിമീങ്ങളുടെ ഏറ്റവും പ്രഗത്ഭനായ ഇമാം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു തസവ്വുഫിന്റെ മാർഗം സ്വീകരിക്കുന്ന ആളുകൾ ജോലി ചെയ്യാതെ മൂലയിൽ ഇരിക്കണമെന്നോ മറ്റുള്ളവർ കൊണ്ടുകൊടുക്കുന്നത് വാങ്ങിച്ചു കഴിച്ചാൽ മതിയെന്നോ അങ്ങനെയല്ല എന്ന് തിരുത്തുകയാണ്. അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ പറയുന്ന വാക്ക് കേൾക്കണം. യാ അബാ അലി ഇന്നമാ ഫഅലു ദാ ലിഅസൂന വജ്ഹി വഅക്റമ ഇർദി. ഞാൻ കച്ചവടം ചെയ്യുന്നത് എന്റെ മുഖത്തിന്റെ കാന്തി, എന്റെ മുഖത്തിന്റെ ശോഭ രക്ഷിക്കുവാനാണ് എന്ന് പറഞ്ഞാൽ അപമാനിതനാവാതിരിക്കാൻ, എന്റെ അഭിമാനം സംരക്ഷിക്കാനുമാണ്, എന്റെ റബ്ബിനനുസരിക്കാൻ എനിക്ക് പൈസ വേണ്ടേ, അതിനാണത്. لا أرى لله حقا إلا سارعت إليه حتى أقوم به. അല്ലാഹുവിന് വേണ്ടി ചെയ്യേണ്ട ഏത് വിഷയവും ഞാൻ അറിഞ്ഞാൽ ഞാൻ വളരെ പെട്ടെന്ന് അതിലിടപെടുന്ന ആളാണ്. ആർക്കെങ്കിലും പൈസ ആവശ്യം വന്നാൽ ഉടനെ എടുത്തു കൊടുക്കും, കടമുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ കൊടുത്തു. അങ്ങനെ ഒരാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഞാൻ, എന്റെ കയ്യിൽ പൈസ ഇല്ലാതെ വന്നാൽ എങ്ങനെ എനിക്കത് നിർവഹിച്ചു കൊടുക്കാൻ കഴിയും? അതിന് കച്ചവടം ചെയ്യണ്ടേ? അതുകൊണ്ടാണ് ഞാൻ കച്ചവടം ചെയ്യുന്നത്. ആര് പറഞ്ഞു? തസവ്വുഫിന്റെ ഇമാമിയങ്ങളിൽ പ്രമുഖനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. എന്താ അത്ഭുതം എന്നറിയോ? ഒരു വർഷം തന്റെ സമ്പത്ത് കൊണ്ട് ബഹുമാനപ്പെട്ടവർ സ്വതക്ക ചെയ്തിരുന്നത് കാന യതസദ്ദഖു ഫീ കുല്ലി സനത്തിൻ 100,000 ദിർഹം. 1,00,000 ദിർഹം പാവപ്പെട്ടവർക്ക് ഓരോ വർഷവും സ്വതക്ക കൊടുത്തിരുന്ന മഹാനാണ് തസവ്വുഫിന്റെ ഇമാമിയങ്ങളിൽ പ്രമുഖനായ ഈ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.